Hello students, welcome to the class of EDCA. So in this class we can see the different types of DC generators. So we are going to see the different types of DC generators. Okay. So the DC generators are classified according to the way in which their field windings are excited. So the types we are going to see according to the way in which their field windings are excited. So എങ്ങനെയാണ് അവരുടെ ഫീൽഡ് വൈൻഡിങ് എക്സൈറ്റ് ചെയ്യുന്നത്? So by that way we are going to classify the DC generators. That is, A is separately excited DC generators, and second one is self-excited DC generators. Okay, so separately excited DC generator, self-excited DC generator. അതായത് if the what we mean by next നമുക്ക് നോക്കാം separately excited DC generator എന്താണ്. So separately excited DC generators are those generators whose field magnets or whose field windings are excited from an external ഇൻഡിപെൻഡൻസ് DC സോഴ്സ്. സെപ്പറേറ്റ് ആയിട്ടൊരു DC സോഴ്സിൽ നിന്നാണ് ഇഫ് ദ ഫീൽഡ് വൈൻഡിങ് എക്സൈറ്റ് ചെയ്യുന്നതെങ്കിൽ ദേ ആർ കോൾഡ് എ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ. അതായത് ഇവിടെ നിങ്ങൾ നോക്കിയേ, സോ നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച കൺസ്ട്രക്ഷൻ ഓഫ് DC ജനറേറ്റേഴ്സിൽ പഠിച്ചു ഫീൽഡ് പോൾസ് ഉണ്ട്, ആർമേച്ചർ കോർ ഉണ്ട്. സോ ഫീൽഡ് പോൾസിനെ കവർ ചെയ്ത് ഫീൽഡ് വൈൻഡിങ്സ് ഉണ്ടാവും. ആ ഫീൽഡ് വൈൻഡിങ് എക്സൈറ്റ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വരുന്നത്. സോ ഇഫ് ദ ഫീൽഡ് വൈൻഡിങ്, ഞാൻ പറയുന്നത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ എന്താണ്? ഇഫ് ദ ഫീൽഡ് വൈൻഡിങ് ഈസ് എക്സൈറ്റഡ് ഫ്രം സെപ്പറേറ്റ്ലി എ DC സോഴ്സ്, ഒരു എക്സ്റ്റേണലായിട്ട് ഇതായിട്ടൊരു ബന്ധമില്ലാത്ത എക്സ്റ്റേണലായിട്ടൊരു DC സോഴ്സിൽ നിന്നാണ് ഇഫ് ദ ഫീൽഡ് വൈൻഡിങ് എക്സൈറ്റ് ചെയ്യുന്നതെങ്കിൽ ദേ ആർ കോൾഡ് ആസ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റഡ്. ഓക്കെ, ആൻഡ് അപ്പോൾ ഇനി സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റർ എന്താണ്? ഇഫ് ദ ഫീൽഡ് വൈൻഡിങ്സ് ആർ എക്സൈറ്റഡ് ബൈ ദ ജനറേറ്റർ itself. If the field windings are excited from the current generated by the generator itself ആണെങ്കിൽ, അതായത് ഇതിനകത്തുനിന്ന് തന്നെ ജനറേറ്റ് ചെയ്യുന്ന കറണ്ട് യൂസ് ചെയ്തിട്ടാണ് ഈ ഫീൽഡ് വൈൻഡിങ്സ് എക്സൈറ്റ് ചെയ്യുന്നതെങ്കിൽ ദേ ആർ കോൾഡ് എ സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റർ. ഓക്കെ, അപ്പം നമുക്ക് ഏറ്റവും ആദ്യം എന്താണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ എന്ന് നോക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് ഫസ്റ്റ് കേസ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ എന്താണെന്ന് നോക്കാം. ഇഫ് ദ DC ജനറേറ്റർ ഇഫ് ദ ഫീൽഡ് വൈൻഡിങ്, അപ്പം ജനറേറ്റേഴ്സ് ക്ലാസിഫൈ ചെയ്യുന്നത് ഫീൽഡ് വൈൻഡിങ് എങ്ങനെ എക്സൈറ്റ് ചെയ്യുന്നു ആ രീതിയിലാണ്. സോ ഇഫ് ദ ഫീൽഡ് വൈൻഡിങ് ഈസ് എക്സൈറ്റഡ് ഫ്രം എ സെപ്പറേറ്റ്ലി DC സോഴ്സ്, ഫ്രം എ സെപ്പറേറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് എക്സ്റ്റേണൽ DC സോഴ്സിൽ നിന്നാണ് എക്സൈറ്റ് ചെയ്യുന്നതെങ്കിൽ ദേ ആർ കോൾഡ് എ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ. അപ്പം നമുക്ക് ഇനിയും തൊട്ട് നമുക്കൊരു സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക് പോകാം. ഓക്കെ, സോ ഇനി നമുക്കൊരു സർക്യൂട്ട് ഡയഗ്രാം വരച്ച് കാണിക്കുകയാണെങ്കിൽ ഒരു DC ജനറേറ്ററിനെ നമ്മൾ എങ്ങനെയാണ് സിമ്പിൾ ചെയ്ത് വരയ്ക്കുന്നത്? ഒരു DC ജനറേറ്റർ ആണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു രീതിയിൽ ആ ഒരു DC ജനറേറ്ററിനെ വരയ്ക്കാം അല്ലേ? ഒരു DC ജനറേറ്റർ. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? DC ആണെന്ന് കാണിക്കുന്ന സിമ്പിൾ എന്താ? പോസിറ്റീവും നെഗറ്റീവും കാണിക്കുക. ഓക്കെ, ഇതിനകത്ത് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജിനെ നമുക്ക് എന്ത് എഴുതാം? EG എന്നുള്ള വോൾട്ടേജിനെ എഴുതാം. ഓക്കെ, സോ ഇനി ഒരു ജനറേറ്റർ ജനറേറ്റ് ചെയ്ത് വന്നു. ഇനി ജനറേറ്ററിന് എന്താണ് നമ്മൾ ഔട്ടായിട്ട് കണക്ട് ചെയ്യുന്നത്? ഒരു ലോഡിനെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു ലോഡിനെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു റെസിസ്റ്റൻസിനെ ഇടാം. ഓക്കെ, സോ നമുക്കൊരു റെസിസ്റ്റൻസിനെ ഇട്ടാലും നമുക്ക് എന്ത് പറയാം? ഒരു ലോഡാണെന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? സോ ഒരു ജനറേറ്ററിനെ നമ്മൾ വരച്ചു. ജനറേറ്റർ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് EG എന്ന് കാണിച്ചു. ഇനി ഇവൻ്റെ ഫീൽഡ് വൈൻഡിങ് എക്സൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവൻ്റെ ഫീൽഡ് വൈൻഡിങ്, ഈ ഒരു ജനറേറ്ററിൻ്റെ ഫീൽഡ് വൈൻഡിങ് നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അതിൻ്റെ ഫീൽഡ് വൈൻഡിങ്, ഫീൽഡ് വന്നാലേ അത് ഫ്ലക്സ് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പം ഇഫ് ദ ഫീൽഡ് വൈൻഡിങ് എക്സൈറ്റ് ചെയ്യുന്നത് ഒരു സെപ്പറേറ്റ്ലി ഇരിക്കുന്ന ഒരു ഡി സി സോഴ്സിൽ നിന്നാണ് വരുന്നതെന്ന് വെച്ചു. ഒരു ഡി സി സോഴ്സിൽ നിന്ന് വന്നു ഞാനൊരു റിയോസ്റ്റാറ്റും കൂടി ഇവിടെ കണക്ട് ചെയ്യാൻ. ഓക്കെ, റിയോസ്റ്റാറ്റും കൂടെ കണക്ട് ചെയ്തു. ഈ റിയോസ്റ്റാറ്റ് എടുത്ത് കണക്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ഇതൊരു R എന്ന് പറയുന്ന റിയോസ്റ്റാറ്റ്, ഇതൊരു ഡി സി വോൾട്ടേജ് കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ. ദാറ്റ് ഈസ് ദ ഫീൽഡ് വൈൻഡിങ് ഓഫ് ദിസ് ജനറേറ്റർ ഈസ് എക്സൈറ്റഡ് ഫ്രം എ സെപ്പറേറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് ഡി സി സോഴ്സ്. ഇതായിട്ടൊരു ബന്ധമില്ലാത്ത എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നാണ് ഫീൽഡ് വൈൻഡിങ്ങിൽ കൂടെ കറണ്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിൽ ഇതുവഴി എന്ത് ഫ്ലോ ചെയ്യും? ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിൽ ഇതുവഴി ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ടിനെ നമുക്ക് ഫീൽഡ് കറണ്ട് IF എന്ന് റെപ്രസെൻറ്റേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ജനറേറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ജനറേറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ജനറേറ്ററിൽ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് EG എന്ന് നമുക്ക് റെപ്രസെൻറ്റേറ്റ് ചെയ്യാം. ഇനിയും ഇതൊരു ക്ലോസ്ഡ് പാത്ത് ആണെങ്കിൽ ഇതിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ വരും അല്ലേ? അപ്പോൾ ജനറേറ്ററിൽ ജനറേറ്റ് ചെയ്ത കറണ്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? IA എന്ന് വിളിക്കാം. ആർമേച്ചർ കണ്ടക്ടേഴ്സിൽ കൂടെ കട്ട് ചെയ്ത് വരുന്ന കറണ്ട് ആയതുകൊണ്ട് ആർമേച്ചർ കറണ്ട് എന്ന് റെപ്രസെൻറ്റേറ്റ് ചെയ്യാം. ഇതിങ്ങനെ ഫ്ലോ ചെയ്ത് ലോഡിലെത്തും. ഓക്കെ, ലോഡിലെത്തുമ്പോൾ ആ കറണ്ടിനെ നമുക്ക് ലോഡ് കറണ്ട് എന്ന് വിളിക്കാം, IL എന്ന് വിളിക്കാം. ഓക്കെ, ഇതൊരു ലോഡാണ്. ലോഡിലെത്തുമ്പോൾ ആ കറണ്ടിനെ ലോഡ് കറണ്ട് എന്ന് വിളിക്കാം. ഇനി നമുക്ക് എന്താണ് ലോഡിലെത്തുന്ന വോൾട്ടേജ് എത്രയാണെന്ന് നോക്കണം. ലോഡിലെത്തുന്ന വോൾട്ടേജ്, ഓക്കെ, ഈ ലോഡിലെത്തുന്ന വോൾട്ടേജ് എന്താണെന്ന് നമുക്ക് ടെർമിനൽ വോൾട്ടേജ് എന്ന് വിളിക്കും, V. ഓക്കെ, ഈ ലോഡിലെത്തുന്ന വോൾട്ടേജിനെ നമുക്ക് ടെർമിനൽ വോൾട്ടേജ് V എന്ന് റെപ്രസെൻറ്റേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇക്വേഷൻസ് എഴുതണം. ഓക്കെ, അതായത് ഈ ടെർമിനൽ വോൾട്ടേജിൽ വരുന്ന വോൾട്ടേജിൻ്റെ വാല്യൂ എത്രയാണെന്ന് എഴുതണം. ഓക്കെ, എന്തായാലും ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ഇവിടെ അത്രയും EG ആണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ EG തന്നെ ഉള്ള വോൾട്ടേജ് ഇവിടെ എത്തുമോ? ഇല്ല, ബിക്കോസ് ദർ ഈസ് സം ഇൻറ്റേർണലിൽ കുറച്ച് വോൾട്ടേജ് ഡ്രോപ്പ് ആയി പോകും. ഓക്കെ, കുറച്ച് ലോസസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആ ലോസസും കൂടെ കഴിഞ്ഞിട്ട് ആ ലോസ്റ്റ് ആയ വോൾട്ടേജും കൂടെ കഴിഞ്ഞിട്ടുള്ള വോൾട്ടേജ് നമുക്ക് എവിടെ കിട്ടുകയുള്ളൂ? ടെർമിനലിൽ കിട്ടുകയുള്ളൂ. ഓക്കെ, അതിനി എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം IA എന്ന് വെച്ച് എന്താണ്? IA എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സീരീസ് പാത്ത് ആയതുകൊണ്ട് IA തന്നെയാണ് ഈ IL എന്ന് പറയുന്ന കറണ്ട്. IAയുടെ വാല്യൂവും IL എന്ന് പറയുന്ന കറണ്ടിൻ്റെ വാല്യൂവും സെയിം ആയിരിക്കും. കാരണം വേറെ ഇവിടെ റെസിസ്റ്റർ ഇങ്ങനൊന്നും വേറെ സീരീസ് പാത്തിലാണെങ്കിൽ കറണ്ട് സെയിം ആയിരിക്കും. ഓക്കെ, IA ഈസ് ഈക്വൽ ടു IL ആയിരിക്കും, അതായത് ആർമേച്ചർ കറണ്ട് അല്ലെങ്കിൽ ലോഡ് കറണ്ട്. ഓക്കെ, ഇനി ടെർമിനൽ വോൾട്ടേജ് കുറച്ച് ഇക്വേഷൻസ് വരും. ടെർമിനൽ വോൾട്ടേജ് V ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? അതായത് V ഈക്വൽ ടു EG. EG എന്ന് പറയുന്ന വോൾട്ടേജ് ആയിരിക്കും ഏറ്റവും ആദ്യം ജനറേറ്റ് ചെയ്യുന്ന ഹയസ്റ്റ് വോൾട്ടേജ് EG ആയിരിക്കും. EGയിൽ നിന്ന് ഇനി എന്ത് ചെയ്യും? കുറച്ച് വോൾട്ടേജ് ഡ്രോപ്പ് ആയിട്ടേ എവിടെ വരുള്ളൂ? ഈ ലോഡിന് അക്രോസ് കിട്ടുന്ന വോൾട്ടേജ് വരുള്ളൂ. അപ്പോൾ ഇനി എന്തൊരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും? അതായത് ഇതിനകത്ത് നമ്മൾ പഠിച്ചു ജനറേറ്ററിനകത്ത് ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഉണ്ട്. ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ കണ്ടക്ടേഴ്സ് ഒരു കോപ്പർ ആണെങ്കിൽ അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസ് കാരണം ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, ഒരു വോൾട്ടേജ് ആ റെസിസ്റ്റൻസ് കാരണം കുറച്ച് വോൾട്ടേജ് കുറഞ്ഞു പോകും. ആ കുറഞ്ഞ് കിട്ടുന്ന വോൾട്ടേജ് എവിടെ എത്തുള്ളൂ? ഈ ലോഡ് ടെർമിനലിൽ എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്താണ് വൈൻഡിങ്. നമ്മൾ കുറേ സ്ലോട്ട്സ് ഉണ്ടാവും, ഒത്തിരി കണ്ടക്ടേഴ്സ് ഓരോ സ്ലോട്ട്സിലുണ്ടാവും എന്ന് കണ്ടു. ഇത്രയും കണ്ടക്ടേഴ്സിനകത്ത് വരുന്ന റെസിസ്റ്റൻസ് ഉണ്ട്, അതിനെ നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതാണ് RA. ഓക്കെ, അതായത് ആർമേച്ചർ റെസിസ്റ്റൻസ് എന്ന് വിളിക്കും. ഓക്കെ, ഈ ആർമേച്ചർ റെസിസ്റ്റൻസ് കാരണം കുറച്ച് വോൾട്ടേജ് എന്താവും? ഡ്രോപ്പ് ആയി പോകും. ഓക്കെ, ഈ ആർമേച്ചർ റെസിസ്റ്റൻസ് കാരണം കുറച്ച് വോൾട്ടേജ് ഡ്രോപ്പ് ആവും. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു വോൾട്ടേജ് ഡ്രോപ്പ് V ഈക്വൽ ടു I ഇൻറ്റു R എന്ന് നമ്മളാണ് എഴുതുന്നത്. ഓക്കെ, I ഇൻറ്റു R എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പം ആർമേച്ചർ റെസിസ്റ്റൻസ് കാരണം ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണെന്ന് എങ്ങനെ ഫൈൻഡ് ചെയ്യുന്നത്? വോൾട്ടേജ് ഡ്രോപ്പ് ഡ്യൂ ടു ആർമേച്ചർ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ആർമേച്ചർ കൂടെ പോകുന്ന കറണ്ടിൻ്റെ വാല്യൂ എന്താണ്? IA. ആർമേച്ചർ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്താണ്? RA. അതായത് ആ ഡ്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ IA ഇൻറ്റു RA എന്ന് വിളിക്കാം. ഓക്കെ, IA RA ആണ് ആർമേച്ചർ കറണ്ട് ഡ്രോപ്പ്, ആർമേച്ചർ റെസിസ്റ്റൻസ് കാരണം ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ്. ദെയർഫോർ നമുക്ക് ടെർമിനൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം?
ടെർമിനലിൽ കിട്ടുന്ന വോൾട്ടേജ്, ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഇ ജി വോൾട്ടേജിൽ നിന്ന് ഏത് വോൾട്ടേജ് മൈനസ് ആവും? ഇതിനകത്ത് ഏറ്റവും ആദ്യം ഉണ്ടാവുന്ന ഡ്രോപ്പ് എന്താണ്? ആർമേച്ചർ റെസിസ്റ്റൻസ് ഡ്രോപ്പ് ഇ ജി മൈനസ് ഐ എ ആർ എ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടെർമിനൽ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ, വി ഈക്വൽ ടു ഇ ജി മൈനസ് ഐ എ ആർ എ. പിന്നെ ഇനി എന്തെങ്കിലും ഡ്രോപ്പ് ഉണ്ടോ? പിന്നെ ഇനി ഇവിടെങ്ങും വലിയ കാര്യം ഒന്നുമില്ല, ഒരു ലൈനാണ് എടുത്തിരിക്കുന്നത്, വലിയ ഡ്രോപ്പില്ല. ഇതിനകത്ത് ഒത്തിരി ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഡ്രോപ്പിനെ കൺസിഡർ ചെയ്ത് ദെയർഫോർ ടെർമിനൽ എത്തുന്ന വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ജനറേറ്റ് ചെയ്ത് പക്ഷേ കണ്ടക്ടേഴ്സിൽ കൂടെ വരുമ്പോഴത്തേക്ക് ഒരു ഡ്രോപ്പ് റെസിസ്റ്റൻസ് കാരണം, ആർമേച്ചർ റെസിസ്റ്റൻസ് കാരണം ഒരു ഡ്രോപ്പ് ഉണ്ടാവും. ആ ഡ്രോപ്പിനെയും കൂടെ മൈനസ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് എവിടെ വരത്തുള്ളൂ? ടെർമിനലിൽ വരത്തുള്ളൂ. ഓക്കെ, ഇ ജി മൈനസ് ഐ എ ആർ എ. ഇനി നമുക്കൊരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ പവർ ഡെവലപ്ഡ് ഈക്വൽ ടു നമുക്ക് പി ജി പവർ ജനറേറ്റഡ് അല്ലെങ്കിൽ പവർ ഡെവലപ്ഡ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? അതായത് പവറാണ് നമുക്ക് കാണുന്നത്. പവർ ഈക്വൽ ടു പി ഈക്വൽ ടു നമുക്ക് എഴുതാം വി ഇൻറ്റു ഐ എന്ന് എഴുതാം. അതായത് ഇനി ജനറേറ്റഡ് പവർ ആണെങ്കിൽ ജനറേറ്റഡ് വോൾട്ടേജ് എന്താണ്? ഇ ജി ഇൻറ്റു ജനറേറ്റഡ് കറണ്ട് എന്താണ്? ഏത് കറണ്ടാണ്? ആർമേച്ചർ കറണ്ട് ഐ എ. സോ ജനറേറ്റഡ് പവറിനെ എങ്ങനെ എഴുതാം? പവർ ഡെവലപ്ഡ് ഈക്വൽ ടു പി ജി ഈക്വൽ ടു ജനറേറ്റഡ് വോൾട്ടേജ് ഇൻറ്റു ജനറേറ്റഡ് കറണ്ട് ഇ ജി ഇൻറ്റു ഐ എ. ഓക്കെ, ഇനി പവർ ഡെലിവേർഡ് എങ്ങനെ എഴുതാം? പവർ ഡെലിവേർഡ് എങ്ങനെ എഴുതാം? അതായത് പി ഡി എന്ന് സഫിക്സ് ചെയ്യാം. പി ഡി പവർ ഡെലിവേർഡ് എന്ന് പറഞ്ഞാൽ ലോഡിന് ഡെലിവർ ചെയ്ത പവർ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലോഡിലേക്ക് ഡെലിവർ ചെയ്ത പവർ, അതായത് ലോഡിൽ ഉണ്ടാവുന്ന വോൾട്ടേജും ലോഡിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും. അപ്പോൾ ലോഡിൽ അക്രോസ് കിട്ടുന്ന വോൾട്ടേജ് എന്താണ്? ടെർമിനൽ വോൾട്ടേജ് വി ഇൻറ്റു ലോഡിൽ അക്രോസ് ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ്? ഐ എൽ. ക്ലിയർ ആണോ? ഓക്കെ, സോ നമുക്ക് ഒരു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റേഴ്സിനെ നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഓക്കെ, സോ ഇഫ് ദ ഫീൽഡ് വൈൻഡിങ് ഈസ് എക്സൈറ്റഡ് ഫ്രം എ സെപ്പറേറ്റ് സോഴ്സ്, ഫ്രം എ സെപ്പറേറ്റ് ഡി സി സോഴ്സ്, ദെൻ ഇറ്റ് ഈസ് കോൾഡ് എസ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ. ഓക്കെ, സോ ആൻഡ് നമ്മൾ ടെർമിനൽ വോൾട്ടേജിന് ഒരു ഇക്വേഷൻ എഴുതി, വി ഈക്വൽ ടു ഇ ജി മൈനസ് ഐ എ ഇൻറ്റു ആർ എ. ഓക്കെ, സോ ഇനി നമുക്ക് ഇനി അടുത്ത പാർട്ടാണ് നമ്മുടെ സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ് സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ. സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ ഫീൽഡ് വൈൻഡിങ് എക്സൈറ്റ് ചെയ്യുന്നത് ആ ഒരു ജനറേറ്ററിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് വെച്ചിട്ടാണെങ്കിൽ ദേ ആർ കോൾഡ് എ സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ. അത് നിങ്ങൾക്കിപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ ഫീൽഡ് വൈൻഡിങ്, അതായത് ഇതൊരു ഞാൻ പറഞ്ഞു ഏറ്റവും ആദ്യം പറഞ്ഞു ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണെങ്കിൽ പോലും, ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ്, അത് എക്സൈറ്റ് ആവണമെങ്കിൽ നമ്മളൊരു കറണ്ട് കൊടുക്കണം. ബട്ട് ഈ സെൽഫ് എക്സൈറ്റഡ് വരുമ്പം ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണെങ്കിൽ പോലും ഒരു ചെറിയ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇവർക്ക് കാണും. ഓക്കെ, ഒരു ചെറിയ രീതിയിലുള്ള മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഫ്ലക്സ് വളരെ കുറവായിരിക്കും അങ്ങനെ ഏറ്റവും ആദ്യത്തെ സമയത്ത്. ഓക്കെ, എക്സൈറ്റ് ചെയ്തിട്ടില്ല, എക്സൈറ്റ് ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ ഫ്ലക്സ് വളരെ കുറവായിരിക്കും. ഫ്ലക്സ് വളരെ കുറവാണെങ്കിൽ നമ്മൾ ഈ ആർമേച്ചർ കണ്ടക്ടേഴ്സ് പിടിച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ ഒരു ചെറിയ വോൾട്ടേജ് എന്ത് ചെയ്യും? അവർ ഡെവലപ്പ് ചെയ്യും. ഇ ജി ഈസ് ഈക്വൽ ടു 5 അല്ലേ, അപ്പോൾ 5 കുറവാണ്. ബാക്കി വാല്യൂസൊക്കെ വരുമ്പം ചെറിയൊരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ആ ചെറിയ വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്ന കാരണം ഒരു ചെറിയ കറണ്ട് ഫ്ലോ വരുവാണെങ്കിൽ ആ കറണ്ടിനെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഫീൽഡിൽ കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫീൽഡിൽ കൂടെ കറണ്ട് വരും. ഓക്കെ, അങ്ങനെ വരുമ്പം കുറച്ചുകൂടെ ഫീൽഡ് ലൈൻസ്, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് സ്ട്രെങ്തൻ കിട്ടും. അങ്ങനാണെങ്കിൽ കൂടുതൽ സ്ട്രെങ്ത് കിട്ടുമ്പം കൂടുതൽ ഫ്ലക്സ് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനാണെങ്കിൽ കൂടുതൽ വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാം? ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, അങ്ങനെ പറയുന്ന ജനറേറ്റേഴ്സിനെയാണ് സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ എന്ന് പറയുന്നത്. അതായത് ഇഫ് ദ ഫീൽഡ് വൈൻഡിങ് ആർമേച്ചർ വൈൻഡിങ്ങിന് കൂടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഇനിയും സെൽഫ് എക്സൈറ്റഡിൽ 3 ടൈപ്പ് ഉണ്ട്. സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്റേഴ്സ് ഇനിയും എഗെയിൻ 3 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഷണ്ട്
DC generator, second one series DC generator, and third one compound DC generator. Okay, shunt wound DC generator, series wound DC generator, compound wound DC generator ഏത് ടൈപ്പ് വരും? സെൽഫ് എക്സൈറ്റഡിൽ വരും. ഓക്കെ, ഇനി ഇപ്പോൾ ഒരു സീരീസ് വൗണ്ട് ആണെങ്കിൽ if the field winding is connected in series with the armature winding. ഓക്കെ, ഫീൽഡ് വൈൻഡിങ്ങും ആർമേച്ചർ കണ്ടക്ടേഴ്സും കൂടെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ സീരീസ് വൗണ്ട് ഡി സി ജനറേറ്റർ. ഓക്കെ, അതായത് ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഏറ്റവും ആദ്യം ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആണെങ്കിൽ പോലും ദേ വിൽ ബി ഹാവിങ് എ റെസിഡ്യുവൽ മാഗ്നറ്റിസം. ഒരു റെസിഡ്യുവൽ മാഗ്നറ്റിസം അവരിൽ കാണും. ആ റെസിഡ്യുവൽ മാഗ്നറ്റിസം കാരണം ഒരു ചെറിയ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ചെറിയ ഫ്ലക്സിനെ ഈ കണ്ടക്ടേഴ്സ് കട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ കറണ്ട് ഫോം ചെയ്ത് ആ കറണ്ട് എവിടെ കൂടെ നമ്മൾ കടത്തിവിടും? ഈ ഫീൽഡിൽ കൂടെ കടത്തിവിടണം. അപ്പം എന്ത് കിട്ടും? ഫീൽഡ് വൈൻഡിങ് എക്സൈറ്റഡ് ആവും. ഫീൽഡ് വൈൻഡിങ് എക്സൈറ്റഡ് ആകുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് മോർ സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റിക് ഫ്ലക്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? കൂടി ജനറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം എന്താണ് ഇനിയും നമുക്ക് നോക്കാം. സീരീസ് വൗണ്ട് എന്താണ്, ഷണ്ട് വൗണ്ട് എന്താണ്, കോമ്പൗണ്ട് വൗണ്ട് എന്താണെന്ന് നമുക്ക് ഇനിയും നോക്കാം. ഓക്കെ, ഞാനത് നെക്സ്റ്റ് വീഡിയോയിൽ പഠിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.